രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽപ്പെടാത്തവർക്കായി മുണ്ടക്കയിൽ സംയുക്ത സംഘം രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു. കോൺക്രീറ്റ് പാളികൾക്കിടയിൽ സോഫയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നിലയിൽ കുട്ടികൾ ഉൾപ്പെടുന്നവർ, കസേരയിൽ ഇരിക്കുന്ന നിലയിൽ 3 പേരുടെ കുടുംബം. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവർ കാണേണ്ടി വന്നത് നടുക്കുന്ന ചില കാഴ്ചകൾ തന്നെ. ദുരന്തഭൂമിയിൽ നിന്നും ഈ മൃതദേഹങ്ങൾ എങ്ങനെ പുറത്തെത്തിക്കുമെന്നതാകും അടുത്ത നടപടി. അതേസമയം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകും. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് നടപടി. 65 മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ളത്. മരിച്ചവരുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. റേഷൻ കാർഡുകളും തോട്ടം തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ബുക്കുമൊക്കെ പരിശോധിച്ച് ഇതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. തെരച്ചിലിന് റഡാർ അനിവാര്യമാണെന്നും സൈന്യത്തോട് അഭ്യർത്ഥിച്ചെന്നും ചീഫ് സെക്രട്ടറി വി വേണു. മുണ്ടക്കൈ മേഖലയിൽ നിന്ന് പരിക്കേറ്റ എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബെയിലി പാല നിർമ്മാണം ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോടെയോ പൂർത്തിയാക്കുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കയിൽ നിന്ന് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ADGP MR അജിത് കുമാർ പറഞ്ഞു. സൈന്യം, NDRF, കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഫയർഫോഴ്സ്, K9 സ്ക്വാഡ് എന്നീ 5 സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തെരച്ചിലിനായി കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കാനാകുമെന്നും ADGP അറിയിച്ചു. ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായ മനുഷ്യരുടെ നിസ്സഹായതയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെങ്ങും. ഉറ്റവരെ ഇനിയും കണ്ടെത്താനാകാതെ മനസ്സ് തകർന്നിരിക്കുന്നവരാണ് അവരിലേറെ പേരും. കാണാതായവരുടെ പേര് പറഞ്ഞ് പലരും വിങ്ങി വിങ്ങി കരയുകയാണ്. കൺമുന്നിലൂടെ കൈവിട്ടു പോയവരെ ഓർത്ത് പൊട്ടിക്കരയുന്നവരും ഏറെയാണ്. അമ്മയെ കാണാതായവർ, മക്കളെ കാത്തിരിക്കുന്നവർ, മരവിച്ച മനസ്സുമായി അവരെല്ലാം ഓരോ മണിക്കൂറുകളും കഴിച്ചുകൂട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണാൻ കഴിയണേ എന്ന പ്രാർത്ഥനയിൽ മാത്രമാണ് അവരിൽ പലരും നിമിഷങ്ങൾ എണ്ണിക്കാത്തിരിക്കുന്നത്.